കർദുംഗ്ല ടോപ്പ്. ഫോർ ഇൻറ്റു 4 ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, പവർ ബ്രേക്ക് ഇല്ല, EVS ഇല്ല, ABD ഇല്ല, ഒന്നുമില്ല, ABS ഇല്ല, ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇതേ എന്തിന് സ്നോ ടയേഴ്സ് പോലും ഇല്ല. നമ്മൾ വണ്ടി അവിടെ എത്തി. കർദുംഗ്ല ടോപ്പ്. ഓക്കെ, ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്ന ഭയങ്കര അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ശ്വാസമൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയിലാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, കർദുംഗ്ല ടോപ്പിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ താഴെ തന്നെ എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മേളിൽ എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. എല്ലാം സഹിച്ച് നമ്മൾ പോകും. ഇപ്പോൾ ആക്ച്വലി ഞാൻ നടന്നു വന്നതിൻ്റെ ആണ് ഈ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുക. കർദുംഗ്ല പോകുന്നതിൻ്റെ വ്ളോഗാണ് ഇന്നുള്ളത്. അപ്പം ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. കർദുംഗ്ല പാസ്സാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം കഴിഞ്ഞ വർഷം വരെ ഏറ്റവും വലിയ, കഴിഞ്ഞല്ല 2 വർഷം മുമ്പ് വരെ വേൾഡിലെ ഏറ്റവും പൊക്കം കൂടിയ മോട്ടറബിൾ റോഡ്, അതായത് വണ്ടി പോകുന്ന റോഡായിരുന്നു കർദുംഗ്ല. ഇപ്പോഴും സെക്കൻഡാണ്, പക്ഷേ ഫസ്റ്റ് ഇപ്പോൾ മാറി ഉംലിംഗ്ലെ എന്ന് പറയുന്ന സ്ഥലമായി. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്ന നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ കർദുംഗ്ല മെയിൻ റോഡിൽ കയറി. ഇന്ത്യയിലെ അല്ല, വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡായിരുന്നു കർദുംഗ്ല. ഇപ്പോൾ മാറി, ഇപ്പോൾ കർദുംഗ്ല അല്ല, ഇപ്പോൾ ഉംലിംഗ്ലെയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പം അതും മാറും. ഉംലിംഗ്ലെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. അത് കൂടാതെ ഒരെണ്ണം കൂടി വരുന്നുണ്ട്. അത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും പബ്ലിക്കിന് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഈ തവണ ഉംലിംഗ്ലെ പോകുന്നില്ല. അടുത്ത തവണ അത് ഓപ്പൺ ആയതിനു ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കാം ഞാൻ. ആക്ച്വലി കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇത് ഒക്ടോബർ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഒക്ടോബർ 18ആണ്. ഇപ്പോൾ ഈ ഒക്ടോബർ 18-ാം തീയതി ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലേയിലെ ലഡാക്കിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളും ക്ലോസ് ആയി തുടങ്ങി. എന്ന് വെച്ചാൽ ലേ ലഡാക്ക് ആ റോഡൊക്കെ ഇല്ലേ, അവിടെ ഞാൻ വന്നപ്പോൾ ഹോട്ടലുകളെല്ലാം 90% ക്ലോസ്ഡ് ആണ്. കാരണം ഇവിടുത്തെ ഇപ്പോൾ സീസൺ എൻഡിങ് ടൈമാണ്. മാത്രമല്ല ഇവിടുത്തെ കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്ന വെയിലായിരിക്കില്ല, കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം സ്നോ ആയിരിക്കും. നമ്മൾ കർദുംഗ്ല എത്തുമ്പോൾ ചിലപ്പോൾ സ്നോ ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ മാത്രമല്ല ഇവിടുത്തെ റോഡൊക്കെ ഐസ് വീണ് ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പം നുബുരയോ അല്ലെങ്കിൽ ഉംലിംഗ്ലെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. മാത്രമല്ല ഇപ്പോൾ തന്നെ എനിക്ക് ഡേയ്സിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. മീൻസ് എൻ്റെ അവധി കഴിഞ്ഞു. നിനക്കന്നെ എനിക്ക് ബാംഗ്ലൂർ പല കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കർദുംഗ്ല വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കർദുംഗ്ല പോകുന്നതാണ് ഇന്നത്തെ വ്ളോഗ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇൻട്രോയിൽ. അപ്പം ഇപ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഗംഗ്ലാസ് വില്ലേജ് 5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് കർദുംഗ്ലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കർദുംഗ്ലയെ പറ്റി ചെറിയൊരു വ്യൂ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാണുന്നതിൻ്റെയാണ് റോഡ് കേട്ടോ. സിംഗിൾ ലൈൻ റോഡാണ്. വണ്ടി വരികയാണെങ്കിൽ നമ്മൾ പയ്യെ സ്ലോ ചെയ്ത് സൈഡ് കൊടുക്കണം. വണ്ടി സ്ലോയിലേ ഓടിക്കാനും പാടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി വിശേഷങ്ങൾ കാണിക്കാം. ഇപ്പം നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് കയറി വന്നപ്പോൾ നമുക്ക് മഞ്ഞ് മൂടിയ മലകളൊക്കെ കാണാൻ പറ്റും നല്ല രീതിയിൽ. അതേപോലെ തന്നെ ഇതിപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ്. സൈഡിൽ കൊക്കയാണ്, അഗാധമായ കൊക്ക. ഒരു സൈഡിൽ മലയാണ്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സിംഗിൾ ലൈൻ റോഡാണ്. വളരെ പതിയാണ് പോകുന്നത്. ഇപ്പം ഏകദേശം 40 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ഇനിയും ഉണ്ട്. നമ്മൾ കുറച്ച് ദൂരം മീൻസ് കുറച്ചുകൂടി ഹൈലോട്ട് കയറിയപ്പം കാലാവസ്ഥ മാറി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുകളിലോട്ട് വന്നപ്പോൾ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ ഫുള്ള് സ്നോ കവേർഡ് മൗണ്ടൻസാണ്. ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല വീഡിയോയിൽ. ഓക്കെ, അപ്പം ഇവിടെ നല്ല തണുപ്പുണ്ട്, അസഹനീയമായ തണുപ്പുണ്ട്. നമുക്ക് എന്തായാലും മേളിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഈ ഏരിയ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. അത്ര മനോഹരമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മേളിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ആക്ച്വലി ഇത്രയും നേരം ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ ആക്ച്വലി ആ ഫ്രണ്ടിൽ കിടക്കുന്ന പഞ്ചാബ് വണ്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തതേ ഉള്ളൂ. ഇത്രയും നേരം ഭയങ്കര ബ്ലോക്കായിരുന്നു, ആംബുലൻസിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ സംഭവം എന്ന് വെച്ചാൽ മേളി കുറേ JCB കല്ലൊക്കെ എടുത്ത് താഴ്ത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആംബുലൻസിൻ്റെ അല്ല, ഈ പോലീസിൻ്റെ ശബ്ദമാകട്ടെ. ഓക്കെ, അവിടെ ആ മേളിൽ JCB കല്ലൊക്കെ എടുത്ത് താഴ്ത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ ഒരു ആംബുലൻസ് ഫ്രണ്ടിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ റോഡ് ഇത്രയും നേരം ബ്ലോക്കാണ്, ഇപ്പോൾ വീണ്ടും ബ്ലോക്കായെന്ന് തോന്നുന്നു. അല്ല, എനിക്കൊന്ന് വൺ സൈഡ് വണ്ടി കയറ്റി വിടുക, അവിടെ നിന്നുള്ള വണ്ടികൾ ഇങ്ങോട്ട് കയറ്റി വിടുക. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 19 കിലോമീറ്ററാണുള്ളത് ഇനി കർദുംഗ്ലയിലേക്ക്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഈ ബ്ലോക്കിൻ്റെ യഥാർത്ഥ കാരണം എനിക്കറിയില്ല. എനിക്ക് അവിടെ നിന്ന് മേളിൽ നിന്ന് JCB വർക്ക് ചെയ്ത് അവിടെ നിന്ന് കല്ലൊക്കെ താഴ്ത്തുണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ആംബുലൻസ് ഫേറ്റോ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. പിന്നെ ഇത്രയും നേരം വണ്ടി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ, നമുക്കെടുക്കാം. എന്താ സംഭവം എന്നറിയില്ല. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ റോഡ് ഇടയ്ക്കിടയ്ക്ക് ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് തിരിച്ചു പോകുമ്പം ആ ഏരിയ എത്തുമ്പോൾ ഞാൻ എൻ്റെ കാറിൽ വെച്ചിട്ടുള്ള ക്യാം വഴി ഞാൻ കാണിച്ചത്. അതേ ഫ്രണ്ട് കണ്ടു, ഒരു ആംബുലൻസ് സാറിനിട്ട് പോകുന്നത് ആംബുലൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. എന്തായാലും നമുക്ക് ഇവിടെ അത് തന്നെ പണിയുടെ തന്നെയാണ് കേട്ടോ. ആംബുലൻസ് പോയെങ്കിൽ ഇതൊരു പണിയുടെ തന്നെയായിരുന്നു. ഇവിടുന്ന് കല്ലൊക്കെ വന്ന് വീരുന്നുണ്ടായിരുന്നു. കല്ലൊക്കെ അവിടെ കിടപ്പുണ്ട്, അവിടെ മേളിൽ നിന്ന് JCB വെച്ച്. അപ്പോൾ അവിടെ എന്തോ പണി നടന്നയാ, അതിൻ്റെ ആയിരുന്നു ബ്ലോക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു റോഡ് വഴി കർദുംഗ്ലയിലേക്ക് പോവാം. അതാണ്ട് ഇവിടെ കല്ല് കിടക്കുന്നുണ്ടോ, ഇത് മേളിൽ നിന്ന് വന്ന് വീണതാണ്. ഇപ്പോൾ ഇതെല്ലാം മേളിൽ നിന്ന് ഇപ്പോൾ വന്ന് വീണതാ. അപ്പോൾ ഈ ഒരു വഴിയൊക്കെയാണ് പോകുന്നത്. പിന്നെ വലിയ കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് നടുക്ക് ചെറുക്കുക വാല്യുവേഷൻ തട്ടുന്നതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുവയ്ക്കാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടി വ്ലോഗ് ചെയ്യുന്നത് മാത്രം. ഇത് ആ കാണുന്ന മേളിൽ വണ്ടികൾ വന്നു, നമ്മളിപ്പോൾ അതുവഴി തന്നെയാണ് പോണേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്തിട്ട് എന്താ പറയുക, മേളിലെത്തിയിട്ട് മേളിലോട്ടേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇതേ കണക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ വ്യൂ പോയിന്റ് ഉണ്ടെങ്കിലും കാണിച്ചു തരാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽഡാണ്, നമ്മളെ വിടില്ല എന്നാണ് പറയുന്നത്. അവർ പറയുന്ന കാരണം മറ്റൊന്നുമല്ല, മേളിൽ ഫുൾ ഐസാണ്. അപ്പോൾ വണ്ടി സ്കിഡാവും. ചെയിൻ വേണമെന്ന് ഞാൻ താഴെ ചോദിച്ചപ്പോൾ ചെയിൻ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മേടിക്കാൻ വന്നത്. ഇനിയിപ്പോൾ സിറ്റിയിൽ പോയി ചെയിൻ വാങ്ങണം. അപ്പോൾ എന്തായാലും ആ നിൽക്കുന്ന ബൈക്കേഴ്സ് ഫുള്ളും മലയാളീസാണ് കേട്ടോ. ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഇനോവക്കാരും മലയാളീസാണ്. അവരുടെയും ചെയിൻ ഇല്ല. ബൈക്ക് എന്നാലും കയറി വിടില്ല, ചെയിൻ ഉണ്ടെങ്കിലും വിടില്ല. ഇനോവ ചെയിൻ ഉണ്ടെങ്കിലും ഇടൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. പറ്റില്ലെങ്കിൽ താഴെ പോയിട്ട് ചെയിനൊക്കെ വാങ്ങിയിട്ട് നാളെ വരാം. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തായാലും ഫെയിൽ ആവാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ശ്രമിച്ചു നോക്കാം നമ്മൾ. ഞാനിപ്പോൾ കിടുങ്ങുക കേട്ടോ. നല്ല തണുപ്പ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ആ പോലീസുകാരനോട് സംസാരിച്ചു. അപ്പം പുള്ളി എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. ഒരു സ്കോർപ്പിയോ പോയി തെന്നി കൊക്കിലോട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ ആകെ കൊണ്ട് രക്ഷപ്പെടുന്ന തെന്നി പോകുന്നത്. അപ്പോൾ എന്തായാലും വിടില്ല. ഇത് ആക്ച്വലി റെൻറ്റഡ് ബൈക്കാണ്, മലയാളീസാണ്. അവരെ കൊണ്ടുപോകാനായിട്ട് പിക്കപ്പ് താഴെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു എനിക്കും കൂടി ചെയിൻ കൊണ്ടുവരാമെന്ന്. അപ്പോൾ അവിടെ ചെയിൻ ഇല്ല. നമ്മുടെ വണ്ടി കൊണ്ടുവരുന്ന ടയറിന് സൈസായിട്ടുള്ള ചെയിൻ നമ്മളതിനെ സെലക്ട് ചെയ്യണം. പിന്നെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഇനോവയും മലയാളീസാണ്. അപ്പോൾ അവരും ഇത് കണക്ക് തിരിച്ചു പോകും. അവർ പിന്നെ ഇപ്പം കർദുംഗ്ല പോകാതെ എനിക്കൊന്ന് പാങ് പോകാൻ പ്ലാൻ ചെയ്യാം താഴെ കൂടി. എന്തായാലും നമ്മളെന്തായാലും കർദുംഗ്ല പോവും. ഈ അറ്റംപ്റ്റ് ഫെയിൽ ആയാലും ഞാൻ എങ്ങനെയായാലും തിരിച്ചു വരും. കർദുംഗ്ല ഞാൻ പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. അപ്പം എന്തായാലും നമുക്ക് മേളിലേക്ക് കുറച്ച് ദൂരം കയറാം. അതായത് കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഇവിടെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്തിടാം, എന്നിട്ട് താഴെ പോയി ചായ കുടിക്കാം. നമുക്ക് താഴെ പോയി ചാടിക്കുക. ഇവിടെ ചെറിയ രീതിയിൽ സ്നോഫോൾ തുടങ്ങി. നമ്മുടെ വണ്ടിയിൽ വീഴുന്നുണ്ട്, കാണുന്നത് അറിയാൻ പറ്റില്ല. ഓക്കെ, കണ്ടോ, ചെറുതായിട്ട് കാണുന്നില്ലേ, വണ്ടിയിൽ സ്നോഫോൾ വീഴുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല. ആക്ച്വലി ഞാൻ ശ്വാസം എടുക്കാൻ പോയിരുന്ന് അങ്ങ് താഴെ അവിടെ പോയി ചായ കുടിച്ചിട്ടൊക്കെ വന്നയാ. അപ്പോൾ ഇത് സൗത്ത് പുളു നമ്മൾ തിരിച്ചു പോവാണ്.
ഇവിടുന്ന് വിടുന്നില്ല, ചെയിനില്ലാത്തവരെ വിടത്തില്ലെന്നാണ് പറയുന്നത്, അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് പോവാം. പോയിട്ട് നാളെ ഒരു അറ്റൻഡ് നടത്താം ചെയിൻ വാങ്ങിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു സംഭവം നടന്നു. എനിക്ക് കർദുങ്കിൽ മാത്രം കണ്ടാൽ ഞാൻ പാങ്ങോങ് പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എല്ലാം കാണിച്ചു. സത്യം പറഞ്ഞാൽ വണ്ടി തിരിച്ച് പോകാനായിട്ട് വളച്ചതിന് ശേഷം ഞാൻ സാറുമാരോട് പോയി പറഞ്ഞു, സാർ എനിക്ക് അതിൻ്റെ മേലോട്ട് പോകണ്ട, എനിക്ക് കർദുങ്കിലെ ടോപ്പ് വരെ ഒന്ന് പോയാൽ മതി, വണ്ടി എവിടം വരെ പോവോ അവിടം വരെ ഞാൻ വണ്ടി പൊയ്ക്കൊള്ളാം സാർ, ട്രസ്റ്റ് മീ സാർ. ഞാൻ പറഞ്ഞ കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള അഡ്വഞ്ചേഴ്സും എല്ലാം ഞാൻ സാറിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ ട്രസ്റ്റ് ഉണ്ടായി, എനിക്ക് പോകാൻ വേണ്ടിയുള്ള സമ്മതം തന്നു. പക്ഷേ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും ഇവിടെ മേടിച്ച് വെച്ചു. കാരണം അതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്, അതുകൊണ്ട് മാത്രം അവർ മേടിച്ച് വെച്ചിട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ കർദുങ്കില കാണാനായിട്ട് പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ആവുന്ന രീതിയിൽ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ മേളിലേക്ക് പോവുക വളരെ പതിയെ. കർദുങ്കില സാറ് പറഞ്ഞു കർദുങ്കില ടോപ്പ് എന്ന ആ ഒരു ബോർഡിന് തൊട്ടിപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യണം, കാരണം അവിടെ ഫുൾ ഐസാണ്. അപ്പം അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുവരുത്, നമ്മൾ ആ പറഞ്ഞ രീതി തന്നെ ചെയ്യും. കർദുങ്കില മുകളിലെത്തും, എന്നിട്ട് വണ്ടി എവിടം വരെയാണോ പോകാൻ പറ്റുന്നത് അവിടെ വെച്ച് നമ്മൾ വണ്ടി നിർത്തിയിട്ട് തിരിച്ചു വരും. ഓക്കെ, അല്ല തിരിച്ചു വരുന്നില്ല, ഞാൻ പോയി കർദുങ്കില നടന്നു പോയി കാണും, എന്നിട്ട് തിരിച്ച് വണ്ടി എടുത്തിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കർദുങ്കില കാണാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്, കാരണം ഏകദേശം 2 മണിക്കൂറോളം ഞാൻ ഇവിടെ നിന്ന് അവരോട് ചായ കുടിച്ച് സംസാരിച്ച് പിന്നെ ഞാൻ എൻ്റെ ഫുൾ വീഡിയോസ് കാണിച്ചു കൊടുത്ത് എല്ലാം ചെയ്തിട്ടാണ് ഇപ്പം പോകുന്നത്. ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് മേടിച്ച് നിന്നിട്ട് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് കയറിയപ്പോൾ 2 സൈഡും ഫുൾ സ്നോ കവേർഡാണ്. ആക്ച്വലി ഈ റോഡെല്ലാം എനിക്കൊന്ന് രാവിലെ സ്നോ കവേർഡ് ആയിരുന്നെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചെയിൻ അവർ നിർബന്ധിച്ചത്. പക്ഷേ ഇപ്പം വണ്ടികളൊക്കെ പോയി, കാരണം നല്ല വെയിലും ഉണ്ട്, നല്ല ക്ലൈമറ്റാണ്, സ്നോഫോൾ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് റോഡ്. അപ്പോൾ നമ്മളെന്തായാലും മേളിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് മുകളിൽ ചെന്നിട്ട് എന്താ പറയുക, കർദുങ്കില ടോപ്പിൽ എത്തിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം. എനിക്ക് ജസ്റ്റ് റോഡൊന്ന് കാണിച്ചതെന്ന് മാത്രം. നല്ല രസമുണ്ട് കേട്ടോ ഈ റോഡ് കാണാനായിട്ട്. കാരണം 2 സൈഡും മഞ്ഞാണ്, ഒരു സൈഡ് കൊക്കയാണ്, സൂക്ഷിച്ച് വേണം പോകാൻ. കണ്ടോ, ഇതിപ്പം ഇവിടെ എല്ലാം സ്നോ കവേർഡ് റോഡായിരുന്നു ആക്ച്വലി. ഇപ്പോൾ വണ്ടി പോയിട്ടാണ് ഇപ്പം ഇതായത്, ഇച്ചിരിയെങ്കിലും ക്ലിയർ ആയത്. ഓക്കെ, എന്തായാലും നമുക്ക് മേളിൽ ചെല്ലട്ടെ. ഇവിടെ മുന്നോട്ട് കയറി മേളിൽ വന്നപ്പോൾ ഇവിടെ ഫുള്ള് പട്ടികളാട്ടോ. ഇവിടെ ഫുള്ള് പട്ടികൾ, അത് കാണിക്കാമല്ല ഞാൻ ഇവിടെ നിർത്തിയത്. അവരെൻ്റെ വണ്ടി കണ്ടപ്പോൾ അവർ ഫുഡ് കൊടുക്കുമെന്ന് വെച്ച് നിർത്തിയതായിരിക്കും, ഓടി വന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം, അതൊക്കെ. അപ്പോൾ ഞാൻ ഈ കാണിച്ചത് ആക്ച്വലി ഈ വണ്ടിയാണ് കേട്ടോ. ഇതിവിടെ ആക്സിഡൻറ്റ് പറ്റിയൊരു വണ്ടിയാണ്, അതിവിടെ വെച്ചേക്കുക. ഇവിടെ ഫുൾ ഐസാട്ടോ, ഇവിടെ ഫുൾ ഐസാണ്. അത് നമ്മൾ സാറുമാർ പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. നമ്മൾ വണ്ടി എന്തായാലും ഇവിടെ നിർത്തിയിട്ടുണ്ട്, നമ്മൾ മേളോട്ട് പതിയെ പോകുന്നത്. ആക്ച്വലി ഈ ഒരു വണ്ടി അപകടം പറ്റിയൊരു വണ്ടിയാണ്. ഇതിനകത്ത് ഡ്രൈവ് കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ട് പുറകെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഐസാണ് കേട്ടോ, ഐസിൽ കൂടി ഞാൻ ഈ ചെരുപ്പിട്ട് എങ്ങനെയൊക്കെയോ നടക്കുന്നത്. എൻ്റെ ആക്ച്വലി ഒരു ക്രോക്സിൻ്റെ ചെരുപ്പ്, സോക്സ് പോലും ഇല്ല, കണ്ടോ. പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി എന്നൊരു ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു വാർണിംഗ് സൈൻ പോലെ ഇവിടെ ഒരു കെട്ടി മറച്ചിവിടെ വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ടോട്ട് പോവാം. പോകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി കണ്ടപ്പോൾ ഈ പട്ടികളെല്ലാം ഓടി വന്നതാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ എനിക്ക് കഴിക്കാനായിട്ട് 5-10 പാർലേജിയുടെ ബിസ്ക്കറ്റ് ഞാൻ വാങ്ങി വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടിക്ക് കാലൊക്കെ വയ്യ, നമുക്ക് അതൊന്ന് ജസ്റ്റ് എടുത്ത് കൊടുക്കാം. എടുത്ത് കൊടുത്തിട്ട് നമുക്ക് പോവാം. ഇവരൊക്കെ ലഡാക്കിൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണെന്ന് തോന്നുന്നു, നല്ല സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം, അത് നോക്കിയിട്ട്. ഓക്കെ, എവിടെ ബിസ്ക്കറ്റ് അതല്ല, ഒരു പാക്കറ്റ് 2 പാക്കറ്റ് അവർക്ക് കൊടുക്കും. ഓക്കെ, 2 പാക്കറ്റ് ബിസ്ക്കറ്റ് അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചു. ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. പട്ടിക്കുട്ടികളെല്ലാം ഓടി വരുന്നുണ്ട്. തണുപ്പത്തവർ ആ കാർക്ക് 4 വശം കൊടുക്കാനല്ലേ. വാടാപ്പാ, എല്ലാവരും വാ.
ഞാൻ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വണ്ടി കയറുമ്പോൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇവർക്കെല്ലാം ഫുഡ് കൊടുത്തു, 2 പാക്കറ്റ് ഫുൾ കൊടുത്തു. തണുത്ത് വിറയ്ക്കുന്നു. ഞാൻ അപ്പോൾ ഇന്നലെ വണ്ടി കയറട്ടെ, വണ്ടി വെച്ച് ചൂടുണ്ട്. ഓക്കെ, ഞാൻ വേറെ കാര്യം പറഞ്ഞത്, ഈ മൗണ്ടൻസ് നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. എൻ്റെ വണ്ടിയിൽ ഫുള്ള് ഇപ്പം പ്ലാസ്റ്റിക് കവേഴ്സാണ്. ഇത് എവിടെയാണ് കളഞ്ഞതെന്ന് അറിയില്ല, അതുകൊണ്ട് ഇതിൽ തന്നെ വെച്ചേക്കുക, ഇവിടെ അഴുക്കാക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാ ഡ്രൈവ് കെയർഫുള്ളി എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം വെച്ചിരിക്കുക. അപ്പോൾ എന്നാൽ നമുക്ക് മുന്നോട്ട് പോവാം, കർത്തുങ്ല ടോപ്പിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇവർ വീണ്ടും പ്രതീക്ഷിച്ചിരിക്കുക. ഇനി തന്നു കഴിഞ്ഞാൽ ഞാനുള്ള സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇല്ലടാ. മാറി ഞാൻ പോട്ടെ, മാറാ. ഓക്കെ, അപ്പോൾ നമുക്ക് മേളിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കർത്തുങ്ല ടോപ്പ് ആവാറായി വരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പം ഭയങ്കരമായിട്ട് സ്നോ കവേർഡായിരുന്നു കേട്ടോ. ഇവിടെ രാവിലെ അവർ വിടായിരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ വണ്ടി പോയി ഇത്തിരിയൊക്കെ മാറ്റമുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്നോ റോഡിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ സ്നോയിൽ കയറുമ്പോൾ വീല് സ്പിന്നാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ എനിക്ക് വണ്ടികളിൽ അത്യാവശ്യം, അതായത് എസ്പെഷ്യലി ഈ വണ്ടിയിൽ മാരുതിയുടെ ഈ ഒരു 800 എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് പോകുന്നത്. കാരണം സൈഡിൽ അഗാധമായ കൊക്കയാണ്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മുടെ ലൈഫ് അത് ബാധിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പതിയാണ് ഞാൻ പോകുന്നത്, വളരെ പതിയെ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. എന്തായാലും നമുക്ക് മേളിലെത്തട്ടെ. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഗ്ലാസ്സിൽ സ്നോ വീരുന്നുണ്ട്. സ്നോഫോൾ ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ സ്നോഫോൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് മേളിലെത്തിയിട്ട് കർത്തുങ്ല ടോപ്പ് എത്താറായെന്ന് തോന്നുന്നു. എത്തിയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും നിങ്ങളെ കാണിക്കാനും, പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. എടുത്തിട്ട് നമ്മൾ ഉടനെ തന്നെ തിരിച്ചിറങ്ങും. കാരണം ഇവിടെ സ്നോ വീണ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എത്ര അപകടമാണ്. നമ്മുടെ ചെയിനും ഇല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചിറങ്ങും. ഓക്കെ, ഇവിടെയൊക്കെ സ്നോ കിടക്കുന്നുണ്ട്. സ്നോ അപ്പോൾ നമ്മൾ സ്നോയിലോ കൂടിയാണ് പോകുന്നത്. എന്തിതുണ്ടെന്ന് നോക്ക്. ഭയങ്കര ഇത് തന്നെ. നമ്മൾ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ, കർത്തുങ്ല എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഇതൊക്കെ ഇട്ടേക്കുന്നു, ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് കർത്തുങ്ലെന്ന്. ഇവിടെ എല്ലാം ഐസാണ് കേട്ടോ. ബ്രേക്ക് പിടിച്ച വണ്ടി അപ്പം സ്കിഡാവും. ഇവിടെയും സ്നോഫോളിന് കുറവൊന്നുമില്ല. നമ്മൾ കർത്തുങ്ല ടോപ്പ് എത്തി. യെസ്, അപ്പോൾ നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കണ്ടേ, വേൾഡ്സ് ഹൈയസ്റ്റ് കഫേ കർത്തുങ്ല. ओके, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോവാം. भाई का नाम क्या है? अनंतु हमारा अनंतु भाई यार, बड़ी आपकी तारीफ करना होगा. मारुति 800 लेके केरला से खरदुंगला आए हैं. बहुत प्राउड हो रहे हैं यहाँ पे भाई. जो भी हो आप बढ़िया कर रहे हो. ये एडवेंचर टाइम पे करना भी चाहिए. जवानी इसी के लिए है. बाकी लोग कमाते हैं, वहीं खाते हैं, सोते हैं, वो हर कोई करते हैं. नया एडवेंचर करो, ट्रिप करो, मजे ले लो जिंदगी का. हम यही बोलते हैं जवानों से, आ जाओ भाई लद्दाख घूमने के लिए. बहुत प्यारा जगह है भाई. थैंक यू सो मच. താങ്ക് യു സർ. അങ്ങനെ നമ്മൾ കർത്തുങ്ല ടോപ്പിലെത്തി. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, വണ്ടിയിലാണ് എത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുമുട്ടിയതാണ് സാറിനെ എല്ലാം. സാർ ക്യാമറയ്ക്ക് ലിയേ ഹായ് ബോലോ സർ. അപ്പോൾ നമ്മൾ കർത്തുങ്ല ടോപ്പിലാണുള്ളത്. ഇവിടെ നിന്ന് ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്. ഇതിനു മുമ്പ് ഇതായിരുന്നു ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് ആണ്. ഇപ്പോൾ ഉംലിംഗ്ലയാണ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്. അപ്പോൾ അടുത്ത വർഷം ഉംലിംഗ്ലയും മാറിയിട്ട് വേറെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി ചെയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ ഇട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ചെയിൻ ഇട്ടിട്ട് പോലും കിടന്ന് കറങ്ങുന്നുണ്ടോ. ഈ വണ്ടി ചെയിൻ ഇട്ടിട്ടുണ്ട്, കണ്ടോ, ചെയിൻ ഇട്ടിട്ട് പോലും കറങ്ങുന്നുണ്ട്. ആ വണ്ടിയോട് നിറച്ചാൽ, കാരണം ആ ചെയിന് എന്താ പറയുക, ലൂസായി. അപ്പോൾ ഇവിടുത്തെ നിന്നുള്ള വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഓഹോ, ആ കാർ സ്കിഡായി. ആ കാർ ബ്രേക്ക് പിടിച്ച് സ്കിഡായി പോയണ്ട. ആ കാർ സ്കിഡായിപ്പോയി. ഓഹോ, ഈ കാർ സ്കിഡാവാൻ സാധ്യതയുണ്ട്. ഒരു അയക്ക് പറയുന്നുണ്ട്. ആ സാൻഡ്രോ സ്കിഡായി കറങ്ങി അടിച്ച് ഒരു സമ്മർ സോൾട്ടൊക്കെ അടിച്ചാടെ നിന്ന്.
നമ്മളേതായാലും അവിടെ വണ്ടി സേഫായിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി സാധാ ചെരുപ്പ് ഇട്ടേക്കുന്നത്. ആരും ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് വണ്ടി കയറണമെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് കർദുംഗ്ല ടോപ്പ്, നോർത്ത് പുലു. ഇവിടെ ഇത് വെച്ചേക്കുക, പോകേണ്ട ദൂരങ്ങളൊക്കെ ചെയ്യും. ഇവിടെ നിന്നുള്ള വ്യൂ അസാമാന്യമായ വ്യൂ ആട്ടോ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാൻ പറ്റും. ഒരു എക്സ്ക്യൂസും ഇല്ല. ഇവിടെ വരിക, ഈ സ്ഥലം കാണുക, തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ എൻ്റെ കാലൊക്കെ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, ഈ ഒരു ഏരിയ കർദുംഗ്ല ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ സ്വച്ഛ് സിയാച്ചിൻ അഭിയാൻ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ടോയ്ലറ്റിൻ്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ കുറേ പേര് വന്നു. ആ സമ്മാസം അടിച്ച സാൻഡ്രോയിലെ ടീംസാണത്. അത് ഇറങ്ങി ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് തിരിച്ചിട്ട് ഒരു ഷോട്ട് എടുക്കാം, എന്നിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ കാണുന്നത്. വണ്ടി തിരിച്ചിട്ടിട്ട് വീണ്ടും ഇവിടെ അങ്ങ് ഇപ്പോൾ ആരുമില്ല. ഇവിടെ വന്നവരൊക്കെ പോയി. സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി സ്നോയിൽ കവേർഡാണ്. ഞാൻ ആക്ച്വലി ആ ഒരു സൈഡ് കാണിച്ചില്ല ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ ഗോപ്രോ ഇൻസ്റ്റാ ക്യാമാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ സൈഡ് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് തിരിച്ച് വണ്ടി എടുത്തിട്ട് പോവാം. ഓക്കെ, ഈ സൈഡൊന്നും കാണിക്കല്ല, മഞ്ഞ് പറഞ്ഞാൽ ഫുള്ള് വെള്ളമായി കിടക്കുക. അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്, അതൊന്നും കാണാൻ വയ്യ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇതാണ് കർദുംഗ്ല ടോപ്പിലുള്ളൊരു വ്യൂ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചിറങ്ങാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ വെയിൽ വരുന്നുണ്ട്, എന്നാലും നമുക്ക് തിരിച്ചിറങ്ങാം. ഓക്കെ, കർദുംഗ്ല ടോപ്പ്. ഫോർ ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, പവർ ബ്രേക്ക് ഇല്ല, EBS ഇല്ല, ABD ഇല്ല, ഒന്നുമില്ല, ABS ഇല്ല, ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്തിന് സ്നോ ടയേഴ്സ് പോലും ഇല്ല. നമ്മൾ വണ്ടി അവിടെ എത്തി, കർദുംഗ്ല ടോപ്പ്. ഓക്കെ, I'm at Kardungla top right now and here it's snowing. ഇവിടെ നല്ല സ്നോ ഉണ്ട്, നല്ല രസമുണ്ട്. അത് കണക്ക് തന്നെ അതിന് റിസ്ക് ഉണ്ട്. വണ്ടി കാണാതിരിക്കും. വണ്ടി ഓൾറെഡി ഫുള്ള് കവേർഡായി, സ്നോ കവേർഡായി. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഓക്കെ, കുറച്ച് വീഡിയോ എടുത്ത് നമ്മൾ പോവും. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോ എടുത്തോ. അങ്ങനെ നമ്മൾ കുറേ നേരം കർദുംഗ്ല ടോപ്പിൽ വൈബ് ചെയ്തു. ആ സൈഡ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ മഞ്ഞ് വീണാണ് ആ സൈഡ് കാണാൻ പറ്റുന്നില്ല. ഞാൻ അപ്പുറത്തെ സൈഡാണ് കാണിച്ചു തന്നെ. പോകാമെന്ന് വിചാരിച്ച് തിരിച്ചിറങ്ങിയാണ്. അപ്പോഴാണ് ആ സൈഡ് കാണിച്ചു തരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നടന്നൊന്ന് ആ സൈഡൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഷൂസ് അല്ല ഇട്ടേക്കുന്നത്, നമ്മൾ സാൻഡൽസാണ് ഇട്ടേക്കുന്നത്. അതിനൊക്കെ തന്നെ സ്നോ എന്താ പറയുക, സ്നോ കോട്ടൊന്നുമല്ല ഇട്ടേക്കുന്നത്. ഒരു ബാംഗ്ലൂരിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധാ ജാക്കറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അവിടെ ഒരു പട്ടിക്കുട്ടി കുറച്ചുകൊണ്ട് പറയായിരുന്നുണ്ട്. കർദുംഗ്ല ടോപ്പിലെ SBI ATM, ഇവിടെ SBI ATM ഉണ്ട്, പക്ഷെ അടച്ചുമൂടി കെട്ടി വെച്ചേക്ക് കേട്ടോ. ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കർദുംഗ്ല ടോപ്പിലെ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ. ഓക്കെ, ഈ സൈഡിലെ വ്യൂ. ഓക്കെ, നമ്മൾ ആ സൈഡിലെ വ്യൂ ആദ്യം കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവിടെ ആരോ വന്നിട്ടുണ്ട് വണ്ടിയായിട്ട്. ഇവനാണ് കുറച്ചുകൊണ്ട് പുറകെ ഓടി വരുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ വണ്ടിയിലോട്ട് പോകുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു. ഇതിലേക്ക് കൂടി വളരെ പതിയെ പോകാൻ പറ്റും, കാരണം ഫുള്ള് സ്നോ ആണ്. ഇവിടെ വണ്ടി പോയേക്കുന്നൊരു പാടുണ്ട്, അതുവഴി താഴേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അല്ലേ കൊറോണ സമയത്ത് ആ പുള്ളി പറയാൻ എനിക്ക് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി കയറിയിട്ട് വണ്ടി എടുത്തിട്ട് വ്ലോഗ്
കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് നമ്മളിവിടെ എത്തി. ബാർലാച്ച എത്തിയപ്പോഴാണ് ആദ്യം തിരിച്ചു പോകണോ വേണ്ടോ എന്നൊരു തോട്ടുണ്ടായത്. കാരണം അത്ര മഞ്ഞും ഡിഫിക്കൽട്ട് റോഡ്സും ആയിരുന്നു. അതിനെല്ലാം നമ്മൾ തരണം ചെയ്ത് ലേ എത്തി. പാങ്ങിൽ എത്തിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണമായ ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടും പോയി. എന്നിട്ടും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മരുന്ന് കഴിച്ച് ഈ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഈ കർദുംഗലയിലെത്തി. എന്നിട്ടും ഇവിടെ വരുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവർ വിടില്ലായിരുന്നു തീർത്തും പറഞ്ഞാണ്. നമ്മൾ വണ്ടി വളച്ച് പോകാൻ പോയതാണ്. എന്നിട്ടൊരു അവസാന ശ്രമം നടത്തി. അതിൽ നമ്മൾ വിജയിച്ചു. നമ്മളിവിടെ കർദുംഗല ടോപ്പിലെത്തി. ഇനി നമ്മൾ തിരിച്ച് താഴേക്ക് പോകാൻ പോവാണ്. അപ്പോൾ താഴേക്ക് പോയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ചെറുതായിട്ട് വെയിൽ വന്നുകൊണ്ട് വണ്ടി വീണ സ്നോയൊക്കെ വെള്ളമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഐസ് റോഡാണ്. വണ്ടി ചെറുതായിട്ട് ബാക്ക് സ്കിഡാണ്. നമ്മൾ ബ്രേക്ക് പിടിച്ച വണ്ടി ഉറപ്പായിട്ട് സ്കിഡാവും. ബ്രേക്ക് പിടിക്കുകയേ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഗിയറിൽ ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി ജസ്റ്റ് ഉരുണ്ട് പോവുക. കണ്ടോ, സ്പീഡ് കണ്ടോ, 0-ലാണ്. ഇവിടെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് റോഡുണ്ട്. അതായത് വണ്ടി പോയി റോഡ് തെളിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാം. അതുവരെ ഞാൻ തന്നെ ഇങ്ങനെ വളരെ പതിയെ എന്ന് വെച്ചാൽ വളരെ പതിയാണ് പോകുന്നത്. വീഡിയോയിൽ ഇച്ചിരി സ്പീഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇതാ സ്പീഡോമീറ്റർ കാണിച്ചു തരാം. 0-ലും 20-നും താഴെയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ റോഡായി തുടങ്ങി. അപ്പോൾ ഇച്ചിരി സ്പീഡ് തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിരുന്നു. അത് കഴിച്ചിട്ടൊരു മരുന്ന് കഴിക്കാൻ വേണ്ടി കഴിച്ചത്. എന്നിട്ട് നമ്മൾ അവിടെ വന്നൊരു ചായ കുടിച്ചു. അവിടെ ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചായ കുടിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് താഴെ എത്തിയിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ, കാലാവസ്ഥ മോശമായിരുന്നു കേട്ടോ. അവിടെ അപ്പുറത്തുള്ള മലകളൊന്നും കാണാൻ വയ്യ, മേഘങ്ങൾ മൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ട്രക്കിൻ്റെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ നേരത്തെ ഒരു ഫോഴ്സ് ട്രാവലറിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് വണ്ടി ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ബോഡി അവിടെ കിടന്നില്ലേ, അത് കണക്കാണ് ട്രക്കിൻ്റെ ബോഡിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിർത്തിയില്ല, കാരണം കാലാവസ്ഥ മോശമായെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പെട്ടെന്ന് കർദുംഗല മേളിലെത്തണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ മേളിലെത്തി. അതിന് ശേഷം തന്നെ തിരിച്ചു പോവുക. അപ്പോൾ ഞാൻ എന്തായാലും ആ ഏരിയ എത്തുമ്പോൾ ആ ട്രക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ആക്സിഡൻറ്റ് പറ്റിയ ട്രക്ക് ഇവിടെ നിന്ന് ഇപ്പം നല്ല രസമുണ്ട് കാണാം കേട്ടോ. മേളിൽ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. താഴേക്കുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ സ്നോ കവേർഡാണ്. നമ്മളിപ്പോൾ വണ്ടി സൈഡ് ഒതുക്കിയിട്ടേക്കുക. ഞാൻ സംസാരിക്കുമ്പോൾ വായി നല്ല രീതിയിൽ പോകുമായിരുന്നു. സ്മോക്കിംഗ് കണക്കുള്ള പോയാൽ വായി വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കാർമേഘം മഴയാണെന്ന് തോന്നുന്നു പെയ്യുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ ഇന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. അതെ, അവിടെ അതിൻ്റെ പുറകിലായിട്ട് സ്നോ കവേർഡ് മൗണ്ടൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അതല്ല കാണിക്കാൻ കാണിക്കുന്നത് ഈ ഒരു വണ്ടിയാണ്. പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി എന്ന് വെച്ചിട്ട് ആർമിയുടെ വണ്ടിയാണെന്ന് അറിയില്ല. ഗ്രീൻ കളർ വണ്ടിയാണ്. ഗ്രീൻ കളറാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഒരു ട്രക്കിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇത് ഫുള്ള് പൊങ്ങിക്കിടക്കുക. ഐസ് കണ്ടോ, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അടുത്തേക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ടൊരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ഫുള്ള് പോയിരിക്കുക. സൈഡിൽ നിന്നാണോ എനിക്ക് ഇത്തിരി മനസ്സിലാവും അതിൻ്റെ ഡേഞ്ചറസ് എത്ര. ആ വണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് അവിടെ പമ്മിപ്പോയി. നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടുന്ന് താഴേക്ക് ഇറങ്ങാം. ഇതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ ഫ്രണ്ട് വെച്ചത് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. എന്ന് വെച്ചാൽ വെള്ളം ഇറ്റിട്ട് വീണ ഐസായിപ്പോയി. ദേ കണ്ടോ, വെള്ളം ഐസായി ഇരിക്കുന്നുണ്ടോ. എനിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അത് സ്നോഫോളാണ്. മഴ പെയ്യുന്നതാണ്, പക്ഷെ ഇവിടെ തണുപ്പ് കാരണം മഴ മാറി സ്നോ ആണ്. കണ്ടേ, ദേ ഇവിടെ നിന്ന് കാണുമ്പോൾ വീഡിയോയിൽ എത്ര രസമില്ല, നേരിട്ടാണ് ഒരു ഹെവൻലി ഫീൽ. കാരണം അതിൻ്റെ പുറകിലായിട്ടൊരു മലയുണ്ട്, മേളിൽ വെള്ളം മൂടിയ മല, താഴെയായിട്ട് ഈ ഒരു ഫോള്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വൈകാതെ പെയ്യാൻ സാധ്യതയുണ്ട്, കാരണം അവിടെ എല്ലാം പെയ്യുന്നുണ്ട് ഇത് സംഭവം സ്നോഫോൾ. അപ്പോൾ എന്തായാലും നമുക്ക് എത്രയും വേണം താഴേക്ക് എത്താം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ എത്തി. ഇവിടുത്തെ സാറുമാരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ മേളിൽ വെച്ച് പറഞ്ഞില്ലേ മഴ പെയ്യുന്നുണ്ട്, താഴെ എത്തുമ്പോൾ സ്നോ ആയിരിക്കുമെന്ന്. എന്നിട്ട് ഇപ്പോൾ സ്നോ വീണ് തുടങ്ങി. നമ്മുടെ വണ്ടിയെല്ലാം ഫുള്ള് കവേർഡാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
സ്നോയാണ്, ഫുള്ള് സ്നോയാണ്, വീണ് തുടങ്ങി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഏകദേശം ഇനി 14 കിലോമീറ്ററിലേ എത്തും. അപ്പം വളരെ പതിയെ പോവാം. സ്നോഫോൾ നല്ല രീതിയിൽ തുടങ്ങുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇച്ചിരി മേളിൽ വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ റോഡ് കവേർഡായി തുടങ്ങിയിട്ടില്ല. മേളിൽ ഓൾറെഡി റോഡ്സ് എല്ലാം കവേർഡായിരുന്നു. വണ്ടി പോയിട്ടാണ് നമുക്ക് ഒരു എന്താ പറയുക, ഒരിത്തിരിയെങ്കിലും ഒരു ഇത് വന്നത്, റോഡ് ഇത്തിരിയെങ്കിലും ക്ലിയർ ആയത്. പക്ഷെ ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ റോഡ്. ഈ റോഡ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് താഴേക്ക് പോവാം. താഴേക്ക് പോയിട്ട് വൈപ്പറിന് പറ്റുന്നില്ല, വൈപ്പർ ഓഫ് ചെയ്യാൻ ഞാൻ വൈപ്പറിന് പറ്റുന്നില്ല സ്നോ നീക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ചെല്ലട്ടെ. താഴെ ചെന്നിട്ട് വീഡിയോ ബ്ലോഗ് വൈൻഡ് ചെയ്യാം. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കുള്ളൊരു ഏരിയ ആണ്. ഇവിടെ എല്ലാം ഇത് ഇപ്പോൾ വർക്ക് കിടക്കുക, അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പണി നടക്കുന്ന ഏരിയ കാണിച്ചത് നമ്മുടെ ബ്ലോക്കായ. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്മൂത്താണ്, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ റോഡ് ഓക്കെ വരുന്നുണ്ട്. മണ്ണുണ്ടെന്നേ ഉള്ളൂ, റോഡുണ്ട് കേട്ടോ. റോഡിൻ്റെ മേളിൽ മണ്ണ് കിടപ്പുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ റോഡ് നല്ലതാണ്. ഇവിടെയും കുറച്ച് ഏരിയ ഇങ്ങനെ തിരിച്ചുണ്ട്. ഇത് ഫുള്ള് കട്ടറാണ്. നമ്മുടെ വണ്ടി സൂക്ഷിച്ചെടുത്തിട്ട് അടിവശം തട്ടും. ഇവിടെയൊക്കെ ഐസിൻ്റെ ഇപ്പം ജസ്റ്റ് സ്നോഫോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൂര്യനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് താഴ്ത്തുവാ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പം പണി നടന്ന ആ സെയിം സ്പോട്ട് എത്തി. ഇവിടെ ഇപ്പം ഞാൻ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാണ്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നത്. അവിടെ പണി നടക്കുക, എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവർ ഇറക്കി വിടും നമ്മൾ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് പയ്യെ താഴ്ത്തിറങ്ങാം. ഞാൻ വെള്ളോട്ട് ഇറങ്ങിപ്പോയി നടന്ന് കാണിച്ചാണെന്ന് നോക്കിയുണ്ട്, പക്ഷേ വെളിയിൽ ഭയങ്കര തണുപ്പ്. എനിക്ക് ശരീരത്തിൽ തണുപ്പ് പിടിച്ചു തുടങ്ങി. അപ്പം ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. വണ്ടിക്കകത്താകുമ്പോൾ ഒരു ചൂടുണ്ട്, അതുകൊണ്ട് അതിനകത്ത് തന്നെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി വെളി വന്നു. ബ്രോ ബാംഗ്ലൂരിൽ നിന്നാണ്. ബ്രോ ಹೆಸರು ജീവൻ ബ്രോ യശ്വന്ത്പൂരാന്നാണ്. അപ്പം ഞാനും ബാംഗ്ലൂരാണ്, ഞങ്ങൾ പരിചയപ്പെട്ടു. 2 ബ്രോസ് ഉണ്ട് ആന്ധ്രയിൽ നിന്ന്. ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഇവരെല്ലാം ബൈക്കിലാണോ ബ്രോ? സോളോറായിട്ട് KTM-ലാണോ? KTM RC. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു തരാം. വെളിയിൽ സ്നോ പെയ്യുന്നുണ്ട്, സ്നോയാണ്. ഇതാണ് ബ്രോൻ്റെ ബൈക്ക്, അതാണ് അവരുടെ ബൈക്ക്. അതിൽ ആ പച്ച ഉടുപ്പിട്ട ബ്രോ ആന്ധ്രയിൽ നിന്ന് വന്നതാണ്. ബ്രോ, ടെൽ യുവർ നെയിംസ്. No, let me come near you. Yeah, my name is Ram from Andhra. Your name? My name is Vattu from Maharashtra. Yeah. And they are also travelers and they are in bike. Yeah. Actually, it's snowfall here. It's snowfalling. ഞാൻ ഇംഗ്ലീഷിലായിപ്പല്ലോ. ഇവിടെ ഫുള്ള് സ്നോഫോൾ ചെയ്യുന്നുണ്ട്, നല്ല തണുപ്പ്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുക. നമുക്ക് എന്തെങ്കിലും വണ്ടി അല്ലെങ്കിൽ ആ സ്നോയിലോട്ട് കയറാം. ഇപ്പോൾ ഏകദേശം സ്നോയിലോട്ട് 10-ലോട്ട് കയറാം. ആക്ച്വലി ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളായി നമ്മളിവിടെ നിർത്തിയിട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് എടുക്കുക. ഞാൻ ഈ ബ്ലോക്കിൽ പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറോളായി. ഇപ്പോൾ സമയം 5:20. പക്ഷേ ഇതേവരെ ഇവിടുത്തെ ബ്ലോക്ക് മാറിയില്ല. ഇപ്പോൾ ബാക്കിലോട്ട് വണ്ടിയുടെ ഒരു ചാകര തന്നെ ഉണ്ട്, കാണാവോ? ഞാൻ ഇച്ചിരി ബാക്കിലോട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, വണ്ടിയുടെ ഒരു ചാകര തന്നെ ബാക്കിലിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കാണിക്കാം, കണ്ടോ? അപ്പോൾ എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യാം, സ്റ്റിൽ വെയിറ്റ് ചെയ്തിട്ട് താഴോട്ട് പോകണം. താഴെ പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി, അതായത് അവിടെ തന്നെ. ഇപ്പോൾ സമയം ഏകദേശം കറക്റ്റ് ടൈം 5:34. ഇതേവരെ നമ്മളെ വിട്ടില്ല. നമ്മൾ കുറേ ഹോണൊക്കെ അടിച്ചിട്ടാണ് താഴോട്ട് വിട്ടു. അവിടുത്തെ ക്ലിയറായി. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്ലിയറിങ് നടക്കുന്നുള്ളൂ, അവിടെ JCB ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പുള്ളി അത് ക്ലിയർ ചെയ്യുക, വഴി ക്ലിയർ ചെയ്യുക. ഇവിടെ വർക്ക് കിടക്കുക, അതാണ് പ്രശ്നം. ഇവിടെ ഏകദേശം 1.5-2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. എന്തായാലും നമുക്കിനിയിപ്പം എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് വ്ളോഗ് എൻഡ് ചെയ്യാം. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്ത് താഴെ എത്തിയപ്പം 7 മണിയായി. 7 മണിയായിട്ട് ഇതേ ആ പുറകിൽ കാണുന്ന റൂമിൽ നമ്മൾ റൂം എടുത്തു. നേരെ വന്നു, ഉറങ്ങിയപ്പോൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ കരുതുന്നില്ല വയ്യാടെ നിന്ന് ഹായ് അടിക്കുന്നു. ബൈ ബൈ, താങ്ക് യു. ബിൽക്കുൽ കരേഗാ, താങ്ക് യു. അപ്പോൾ കരുതുന്നില്ല പോയ ആ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ഓട്സ് ഉണ്ടായിരുന്നു, അതായത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞോട്ട് വണ്ടിയുടെ സ്ലിപ്പാവുന്ന വരെ ഒരുപാട് ഓട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ പോയിട്ട് വന്നു. അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്ളോഗ് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ശരിക്കും
ബൈ.